രാവിലെ ശരളയുടെ വീട്ടിലെ കുക്കറിന്റെ ഒച്ച കേട്ടാണ് അയൽവാസികൾ വരെ എണീക്കുന്നത്. അതിന് അത്രയ്ക്ക് സൗണ്ടാണ്. എന്തു ചെയ്യാനാ? ഒരു ദിവസം ഊർമിളാദേവി കടയിൽ നിന്നും പച്ചക്കറി വാങ്ങി വരുമ്പോൾ അയൽവാസി രമ വന്ന് സംസാരിക്കുകയായിരുന്നു. ഊർമിള, നിന്റെ വീട്ടിൽ നിന്ന് 8 മണിക്ക് രാവിലെ കുക്കറിന്റെ വിസില് കേട്ടിട്ടാണ് എല്ലാവരും എണീക്കുന്നത്. ഇപ്പൊ അത് 6 മണിക്കായി. എന്താ അവിടെ നടക്കുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. അതൊന്നുമില്ല രമ, എന്റെ മോള് രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് എണീറ്റ് രാവിലെ 6 മണിക്ക് ഭക്ഷണം പാചകം ചെയ്യുന്നത് കൊണ്ടാ. ഓ, അതുകൊണ്ടാണോ? നിന്റെ മരുമോള് കൊള്ളാലോ, രാവിലെ എണീറ്റ് പണിയൊക്കെ ചെയ്യുവോ? ആ, പിന്നെ അതെല്ലാം ചെയ്യും. 2 മാസം മുന്നേ പൂർവിയുടെ കല്യാണം അനുപമിന്റെ കൂടെ നടന്നു. പൂർവി വളരെ വിദ്യാഭ്യാസമുള്ളവളും കാര്യശേഷിയുമുള്ളവളും കൂടിയായിരുന്നു. അതുകൊണ്ട് അവരുടെ കല്യാണം വളരെ നന്നായി നടന്നു. എല്ലാ ദിവസവും 5 മണിക്ക് എണീറ്റ് വീടെല്ലാം വൃത്തിയാക്കി എല്ലാവർക്കുമുള്ള ഭക്ഷണം ഉണ്ടാക്കി പാക്ക് ചെയ്ത് കൊടുക്കുമായിരുന്നു. കൂടെ അവളും സമയത്ത് ജോലിക്ക് പോകുമായിരുന്നു. അവളുടെ വീട്ടിൽ അമ്മ ഊർമിള, മാനസി, അനുപം എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത്. പൂർവി കല്യാണത്തിന് മുന്നേയും ജോലിക്ക് പോകുമായിരുന്നു. കല്യാണം കഴിഞ്ഞും അവൾ അത് തുടർന്നു. അതുകൊണ്ട് രാവിലെ തന്നെ എണീറ്റ് അവൾ ജോലിയെല്ലാം തീർക്കുമായിരുന്നു. അമ്മ, ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഉച്ചത്തേക്ക് ഞാൻ ചോറും കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ശരി മോളെ. പൂർവി, നീ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ. നിന്നെ ഞാൻ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യാം. ഹാ ശരി. രാവിലത്തെ ഭക്ഷണം കഴിച്ച് അവർ ഓഫീസിലേക്ക് പോയി. ആദ്യം അനുപം അവളെ ജോലിസ്ഥലത്ത് ഇറക്കിയിട്ടിട്ട് അവൻ പോയി. അങ്ങനെ സമയം കടന്നു. അങ്ങനെ ഒരു ദിവസം ഊർമിളയുടെ കൂട്ടുകാരി സന്തോഷി വീട്ടിൽ മധുരവുമായി വന്നു. ഇതാ ഊർമിള, മധുരം കഴിക്കേ. ഇതെന്തിന്റെ മധുരമാണ് സന്തോഷി? അയ്യോ, അതോ എന്റെ മരുമകൾ എനിക്കൊരു സന്തോഷ വാർത്ത തന്നതാ. അവക്ക് വയറ്റിലുണ്ടെന്ന്. ഓ, ഇത് വളരെ സന്തോഷമുള്ള കാര്യമാണല്ലോ സന്തോഷി. അങ്ങനെ നീ മുത്തശ്ശിയാകാൻ പോകുന്നു. വളരെ സന്തോഷമായി. ആഹാ, നീയും പറ നിന്റെ മരുമോളോട് നിനക്കും ഇതുപോലൊരു സന്തോഷ വാർത്ത തരാൻ വേണ്ടിയിട്ട്. ജീവിച്ചിരിക്കുമ്പോഴല്ലേ നമുക്കതൊക്കെ കാണാൻ പറ്റുള്ളൂ. ലഡുവിന്റെ ബോക്സ് അവിടെ കൊടുത്തിട്ട് സന്തോഷി അവിടെ നിന്ന് യാത്രയായി. ഊർമിളയുടെ മനസ്സിലും ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹമായി. രാത്രി ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ, അരെ മാൻസി, ഇതെന്താണിത്? നീ ഭക്ഷണം എല്ലാം ടേബിളിന്റെ മുകളിലാണ് കളയുന്നത്. നീ കുട്ടികളെ പോലെ പെരുമാറരുത്. എന്ത് ചേട്ടാ എന്നെ എപ്പോഴും കുട്ടി കുട്ടിയെന്ന് വിളിച്ച് കളിയാക്കുന്നേ? ഞാനിപ്പോ കോളേജിലാ പഠിക്കുന്നത്. ഇനിയിപ്പോ എന്റെ പഠിത്തം കഴിഞ്ഞ് എനിക്ക് നല്ല ജോലിയും കിട്ടും. എപ്പോ വരുമോ അതപ്പോ തന്നെ വരും. നീ ഇപ്പോഴും ഞങ്ങൾക്കൊരു കൊച്ചുകുട്ടി തന്നെയാണ്. അമ്മ നോക്കമ്മ, ചേട്ടൻ എന്നെ കളിയാക്കുന്നു. എന്റെ മക്കളെ, നിങ്ങൾ ഈ കുട്ടിക്കളിയെല്ലാം കളഞ്ഞ് ഈ അമ്മയ്ക്കൊരു കുഞ്ഞിക്കാലിന് തന്നുകൂടെ? അപ്പൊ അവളല്ലേ ഏറ്റവും ചെറുതാവുക. അത് ശരിയാ. അല്ല, എന്ത് ശരിയാവുന്നാ പറയുന്നത്? കുറച്ചു മാസം മുമ്പല്ലേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്? അതെ അമ്മ, ഞങ്ങൾ ഇപ്പൊ വർക്ക് ചെയ്തോണ്ടിരിക്കുകയല്ലേ. അതിനെക്കുറിച്ച് ചിന്തിച്ചു പോലുമില്ല. നോക്കുമോളെ, എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട്. അപ്പൊ ഈ പിള്ളേരാക്കുന്നതിന് എന്തിനാ വൈകിക്കുന്നേ മോളെ? പിള്ളേർ അതിന്റെ പാട്ടിന് വളർന്നോളില്ലേ. പിന്നെ ഈ കാലത്താണെങ്കിൽ പെൺകുട്ടികൾക്കൊക്കെ ഓരോരോ പ്രോബ്ലങ്ങളും ഉണ്ട്. എന്തിനാ വെറുതെ ലേറ്റ് ആക്കുന്നേ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ അമ്മയ്ക്കൊരു കുഞ്ഞിനെ തായോ. അമ്മ ആ പിള്ളേരെ നോക്കി സന്തോഷമായിട്ട് ഇവിടെ നടന്നോളാം. അതല്ലേ മോനെ നല്ലത്. ചേച്ചി, അമ്മ പറയുന്നത് ശരിയാണ്. അപ്പൊ ഇവിടെ ഒരു കുഞ്ഞിക്കാലും കൂടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ ആരും കുട്ടിയെന്ന് പറയില്ലല്ലോ. അമ്മേ, കുട്ടിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ജോലിക്ക് പോകാൻ കഴിയില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? എന്റെ ജോലി, എന്റെ കരിയർ ഇതെല്ലാം പോയില്ലേ അമ്മേ? മോളെ, ഒന്നും നടക്കില്ല. അമ്മ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ മോനെ? എന്തിനാ വിഷമിക്കുന്നേ? അതിലാണെങ്കിൽ എനിക്ക് സന്തോഷാവില്ലേ മോനെ? ആ അതെ ചേച്ചി, എന്റെ കൂടെയുള്ളവർക്ക് ഇതുപോലെ തന്നെയാ. എല്ലാവർക്കും കുട്ടികളൊക്കെയായി. ദിവസം അവര് ഫോട്ടോസൊക്കെ ഇടും. എനിക്കും ഉണ്ട് ആഗ്രഹം ചേച്ചി ഇതുപോലെ ഫോട്ടോ ഒക്കെ ഇടാനായിട്ട്. ഞാൻ നോക്കിക്കോളാം കൊച്ചിനെ. എല്ലാവരും ഭക്ഷണം കഴിച്ച് വിശ്രമിക്കാൻ പോയി. പൂർവി തന്റെ ഭർത്താവിനോട് സംസാരിക്കുകയായിരുന്നു. അമ്മ പറയുന്നതും ശരിയാണ്. ജോലി ഞാൻ എന്തായാലും ജീവിതം മുഴുവൻ ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ കുട്ടിയാവാനായിട്ടുള്ള കറക്റ്റ് സമയമാണിത്. പിന്നെ നിനക്കറിയാലോ, ഒത്തിരി പേർക്ക് കുറെ പ്രോബ്ലംസും ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് ലേറ്റ് ആക്കണ്ടെന്നാണ് എനിക്കും തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നീ പറയുന്നതും ശരി തന്നെയാണ്. കുറച്ചു നാളുകൾക്ക് ശേഷം പൂർവി പ്രഗ്നന്റ് ആകുന്നു. എല്ലാവരും അവളെ വളരെ നന്നായിട്ട് നോക്കി. ഇങ്ങനെ ആയിരുന്നാലും അവൾ ജോലി ചെയ്യുന്നതിൽ വിരക്തിയൊന്നും കാട്ടിയില്ല. ഇടയ്ക്കിടയ്ക്ക് അമ്മ അവളെ ഫോൺ വിളിക്കും. മോളെ, നീ ഭക്ഷണമൊക്കെ കഴിച്ചോ? ആ അമ്മ, ഇപ്പൊ കഴിച്ചേ ഉള്ളൂ. ആ മോളെ, നിനക്ക് ഇളനീര് കുടിക്കണമെന്ന് പറഞ്ഞില്ലേ? ഓഫീസിന്റെ മുന്നിലുള്ള ഇളനീര് കടയിൽ കയറി ഇളനീര് കുടിച്ചിട്ട് വായോ കേട്ടോ. ആ എന്താന്ന് വെച്ചാലേ, ഇളനീര് കുടിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി നന്നായിട്ട് വെളുക്കൂന്ന്. ആ ശരി അമ്മ, ഞാനിപ്പോ ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗിലാണ്. ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കാം. അങ്ങനെ സമയം കഴിഞ്ഞു. അങ്ങനെ പൂർവി 7ാം മാസത്തിലേക്ക് എത്തി. അങ്ങനെയിരിക്കെ മാനസിക്കും ഒരു പുതിയ ജോലി കിട്ടിയിരിക്കുന്നു. ആ എന്തായാലും വളരെ നന്നായി. വരാൻ പോകുന്ന കുഞ്ഞിന്റെ ഐശ്വര്യം കൊണ്ടാ. ആ പിന്നല്ലാതെ, ചിറ്റയ്ക്ക് ജോലിയും കിട്ടി വരുന്നതിനു മുന്നേ. ആ പിന്നെ എനിക്ക് ഐസ്ക്രീം വളരെ ഇഷ്ടമാണ്. ഞാൻ വലുതാവുമ്പോ എനിക്ക് ഐസ്ക്രീം ഒത്തിരി വാങ്ങിച്ചു തരണം കേട്ടോ. ആ ശരി ശരി. അങ്ങനെ ദിവസങ്ങൾ പോകെ ഡെലിവറി ഡേറ്റും അടുത്തു വന്നു. അങ്ങനെ അവൾ ഡെലിവറിക്ക് പോയി. പൂർവി ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകി. അങ്ങനെ അവളുടെ വീട്ടിൽ ആ ഒരു കുഞ്ഞിന്റെ സൗണ്ട് അലയടിക്കുകയാണ്. അങ്ങനെ കുടുംബത്തിലെ എല്ലാവരും വളരെ സന്തോഷമായിട്ട് തന്നെ നിന്നു. പൂർവിയാണെങ്കിൽ പ്രസവത്തിന് മുന്നേയും പ്രസവത്തിന് ശേഷവും ജോലിയിൽ നിന്ന് വിരമിച്ച് വീട്ടിൽ തന്നെ നിന്നു. അങ്ങനെ എല്ലാവരും തന്നെ കുഞ്ഞിന്റെ കൂടെ വളരെ സന്തോഷമായി കളിച്ചും ചിരിച്ചും പോന്നു. അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം പൂർവി വീണ്ടും ജോലിക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു.
മോളെ നീ ബാഗും തൂക്കി എവിടെ പോവുക? ബാക്ക് ടു വർക്ക് അമ്മേ. പിന്നെ എവിടെ പോകാനാ? പൂർവി പെട്ടെന്ന് വാ, എനിക്ക് സമയാവുന്നു. ശരി അച്ഛാ അമ്മ, വൈകുന്നേരം കാണാം. അങ്ങനെ എല്ലാവരും ജോലിക്ക് പോയി. ഊർമിളയാണെങ്കിൽ ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കേണ്ടി വന്നു. കുഞ്ഞാണെങ്കിൽ ദിവസവും കിടന്ന് ഭയങ്കര കരച്ചിലും. ആ മോനെ ദാ ഈ പാല് കുടിക്കു കുഞ്ഞ്. ഊർമിളയാണെങ്കിൽ ആ കുപ്പിപ്പാല് കൊടുത്തു. അത് കുറച്ചു കഴിഞ്ഞ് വീണ്ടും കുഞ്ഞ് കരയാൻ തുടങ്ങി. ഓ ഇപ്പൊ എന്താ പറ്റിയേ കുഞ്ഞെ? ഓ എനിക്ക് തോന്നുന്നു മൂത്രം ഒഴിച്ചിട്ടുണ്ടാകും. 4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഊർമിളയ്ക്ക് മടുത്തു. അയ്യോയ്യോ ഇതൊന്നും വേണ്ട, ഇനി ഞാൻ പറയാൻ പോവൂ അവളോട് ഇനി ജോലിക്കൊന്നും പോവണ്ടെന്ന്. കുഞ്ഞിനെ നോക്കാൻ വയ്യ. മോളെ പൂർവി, ഇനി നീ ജോലിക്കൊന്നും പോവണ്ട. ഏറ്റവും വലിയ സമ്പാദ്യം തന്നെ കിട്ടിയില്ലേ? ഒരു കുഞ്ഞു മകനെയല്ലേ കിട്ടിയത്. ഇനി മകനെ നല്ല രീതിയിൽ വളർത്തണം. അതല്ലേ ഇനി വേണ്ടത്. എന്താ അമ്മ പറയുന്നേ? അമ്മയും കൂടി പറഞ്ഞിട്ടല്ലേ ഞാനിങ്ങനെ ചെയ്തത്. മാനസേ, നീയും കൂടി പറഞ്ഞതല്ലേ കുഞ്ഞിനെ നോക്കാന്ന്. ചേച്ചി നിങ്ങൾക്കറിയാലോ, വളരെ കഷ്ടപ്പെട്ടിട്ട് എനിക്ക് 2 മാസത്തിനുള്ളിൽ ജോലി കിട്ടിയത്. ഞാൻ എങ്ങനെ നോക്കാനാ? അതൊന്നും പറ്റില്ല, നിങ്ങൾ തന്നെ നോക്ക്. പൂർവിയുടെ കയ്യിലാണെങ്കിൽ വേറൊരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല. കുട്ടിക്ക് വേണ്ടിയിട്ട് അവൾ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തു. അവൾ വീട്ടിലെ ജോലിയും ചെയ്ത് കുഞ്ഞിന്റെ കാര്യവും നോക്കി അവൾ വീട്ടിൽ തന്നെ ഇരുന്നു. അനീതിയെക്കുറിച്ച് ഓർത്ത് അവൾക്ക് വളരെ ദേഷ്യം വന്നു. കാരണം അവളാണ് കുട്ടിക്ക് വേണ്ടി അത്രയും വാശി പിടിച്ചത്. അവളാണെങ്കിൽ ഇപ്പൊ തീരുമാനം മാറ്റി. പിറ്റേ ദിവസം രാവിലെ എണീറ്റ പൂർവി പുറത്തെ ഗേറ്റിന് അകത്തു നിന്നും പൂറ്റിയിട്ടു. അങ്ങനെ അനിയത്തി പുറത്ത് ജോലിക്ക് പോകാൻ തുടങ്ങുമ്പോൾ, അമ്മേ ഈ വാതിൽ തുറക്കാൻ പറ്റുന്നില്ലല്ലോ. അതെ, ഞാൻ ഈ വാതിലിന് പൂട്ടിയിട്ടതുകൊണ്ടാണ്. ഇനി മുതൽ നിന്നെ ഞാൻ ജോലിക്ക് വിടില്ല. ചേച്ചി എന്താ ഇങ്ങനെ ചെയ്യുന്നത്, കൊച്ചുപിള്ളേരെ പോലെ? അപ്പൊ നിങ്ങൾ ചെയ്തതെല്ലാം ശരിയാണോ? എന്റെ ജോലിയും കളഞ്ഞ് ഞാൻ വീട്ടിലിരിക്കുന്നത്? നിങ്ങളെല്ലാം പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇപ്പൊ ആരും എന്റെ കൂടെയില്ല, ഞാൻ ഒറ്റയ്ക്കാ. ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് ഈ വീടിനും കൂടി വേണ്ടിയിട്ടല്ലായിരുന്നോ? അമ്മയ്ക്കും അനിയത്തിക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അവൾ പറഞ്ഞതിന്റെ പൊരുൾ അവർക്ക് മനസ്സിലായി. അങ്ങനെ പൂർവി വീണ്ടും ജോലിക്ക് പോകാൻ തുടങ്ങി. 3 ദിവസം ഓഫീസിലും 3 ദിവസം വീട്ടിലും. അവളുടെ അനിയത്തിയും അതുപോലെ തന്നെ ജോലി ചെയ്യാൻ തുടങ്ങി. 3 ദിവസം ഓഫീസിൽ 3 ദിവസം വീട്ടിലും. പൂർവി വീട്ടിലില്ലാത്തപ്പോൾ അമ്മയുടെ കൂടെയിരുന്ന് കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കി അമ്മയെ സഹായിച്ചു. അങ്ങനെ അവരുടെ ജീവിതം വളരെ സന്തോഷപൂർവ്വം മുന്നോട്ടു പോവുകയായിരുന്നു. രണ്ടു ദിവസം കഴിയുമ്പോൾ സോണിയയുടെ കല്യാണമാണ്. അത് ആലോചിച്ച് അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു. ചേച്ചി, എനിക്ക് ഭയങ്കര പേടിയാവുന്നു. കല്യാണം കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാ ഇതെല്ലാം നോക്കുന്നേ? ചേച്ചിയൊക്കെ എന്ത് എളുപ്പത്തിലാ ഇതെല്ലാം നോക്കുന്നേ? സോണിയ, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. നീ ഭർത്താവിന്റെ വീട്ടിൽ പോയി കഴിയുമ്പോ എല്ലാം അങ്ങ് ശരിയാവുന്നേ. ഇതൊക്കെ ശരിയാകുന്നേ. ഞാനാണെങ്കിൽ എളുപ്പത്തിലാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നേ. കാരണം നിങ്ങളൊക്കെ നല്ലവരല്ലേ. നിങ്ങൾക്കൊക്കെ എന്നെ മനസ്സിലാകുന്നുണ്ട്. എല്ലാരും എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. പിന്നെ എനിക്കറിയാവുന്നത് എന്താന്ന് വെച്ചാ, നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരും നല്ലവരാണ്. പിന്നെ നിന്റെ ആലോക്ജിയുടെ നേച്ചറും നല്ലതാണ്. നീയും അവരുടെയൊക്കെ മനസ്സിൽ നല്ലൊരിടം നേടുകയും ചെയ്യും. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. എന്റെ തങ്കക്കുടമേ, എന്ത് പെട്ടെന്നാ നീ വലുതായേ. ഇന്നലെ നടന്ന പോലെ മുറ്റത്ത് അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഓടി നടന്ന കൊച്ച. ചിലപ്പോ ഇവിടെ ഒളിച്ചിരിക്കും, ചിലപ്പോ അവിടെ ഒളിച്ചിരിക്കും. എന്റെ മോൾ ഇത്രയും വലുതായത് എനിക്ക് അറിയാൻ പോലും പറ്റിയില്ല. നാളെ എന്റെ മോള് ഭർത്താവിന്റെ വീട്ടിൽ പോവുകയാ. അമ്മയുടെ കണ്ണീന്ന് കണ്ണീര് വന്നാ എനിക്കും കരയാൻ വരും. എന്റെ പൊന്നു മോളെ, ഇത് ആനന്ദ കണ്ണീരാ. ഞാൻ കരയുന്നില്ല, നോക്ക്, ഞാൻ കരയുന്നില്ല. എന്റെ പൊന്നനിയത്തി, ഒന്ന് പോയി ഉറങ്ങ. നീ ബന്ധുക്കളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞു. നീ ഒരു കാര്യം ചെയ്യ്, എന്റെ കൂടെ വന്ന് ഉറങ്ങിക്കോ. നാളെ രാവിലെ പൂജാരി വരും. നാളെ രാവിലത്തെ പൂജയൊക്കെ നടത്താനുള്ളതല്ലേ? അതെ സോണിയ, ചേട്ടത്തിയുടെ കൂടെ ഉറങ്ങിക്കോ. ശരി അമ്മ, ഞാൻ ചേട്ടത്തിയുടെ കൂടെ കിടന്നോളാം. അടുത്ത ദിവസം രാവിലെ സോണിയ അടിപൊളിയായി കല്യാണം നടത്തി ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകും. സോണിയ ഭർത്താവിന്റെ വീട്ടിലെ എല്ലാ ആൾക്കാരുടെ മനസ്സിൽ ഇടം നേടാൻ ഒരുപാട് ശ്രമിക്കും. പക്ഷെ സോണിയയുടെ അമ്മായിയമ്മയ്ക്കും അനിയത്തേക്കും അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം രാവിലെ അനിയത്തി വന്ന് വാതിൽ കൊട്ടാൻ തുടങ്ങും. സോണിയ ചേട്ടത്തി, പെട്ടെന്ന് എണീക്ക്, രാവിലെയായി, അമ്മ വിളിക്കുന്നു പൂജയ്ക്ക്. ഇപ്പൊ രാവിലെ 5 മണി ആയതല്ലേ ഉള്ളൂ, ഇത്രയും പെട്ടെന്നോ? നിക്ക്, ഞാൻ മേഘയോട് പറയാം. ഇല്ല വിട്ടേരെ ആലോക്, ഇഷ്ടപ്പെടില്ല. ഇപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞാ അത് വേണ്ട, ഞാൻ എണീറ്റോളാം. സോണിയ വാതിൽ തുറക്കും. മേഘ, ഞാൻ കുളിച്ചിട്ടൊക്കെ താഴത്തോട്ട് വരാട്ടോ. പെട്ടെന്നാവട്ടെ, അമ്മയ്ക്ക് വൈകി വരുന്നത് ഇഷ്ടമല്ല. സോണിയ കുളിച്ചൊക്കെ വൃത്തിയായി പെട്ടെന്ന് തന്നെ പൂജയ്ക്ക് പോയിരിക്കും. മോളെ, രാവിലെ 4 മണിക്ക് നീ എണീക്കണം. രാവിലെ 5 മണിക്ക് എനിക്ക് പൂജ നടത്തണം. നിന്റെ ആദ്യത്തെ ദിവസമല്ലേ ഇവിടെ, അതുകൊണ്ടാ മേഘയോട് പറഞ്ഞ് ഞാൻ നിന്നെ വിളിപ്പിച്ചത്. എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല മോളെ. ഇനി മുതൽ നീയും എന്റെ കൂടെ പൂജ ചെയ്യണം. അമ്മ, ഞാൻ ഉറങ്ങിക്കോട്ടെ. ചേട്ടത്തി വന്നില്ലേ അമ്മ? ആ മോള് പോയി കിടന്നോ, നിന്നെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചു. എന്റെ കുഞ്ഞ്, കോളേജിലും പോവണ്ടേ? ചെല്ല് പോയി നല്ലായിട്ട് ഉറങ്ങ്.
ഞാൻ 8 മണിക്ക് നിന്നെ എണീപ്പിക്കാം. സോണിയ അമ്മായിയുടെ കൂടെ പൂജ ചെയ്യും. അമ്മായിയമ്മ രാവിലെ സമൂസ ഉണ്ടാക്കാൻ അവളോട് പറയും. സോണിയ നന്നായി പാചകം ചെയ്യും. അവൾ അമ്മയുടെ അടുത്തുനിന്നും ചേട്ടത്തിയുടെ അടുത്തുനിന്നും നല്ല വിഭവങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. മോളെ, സമൂസയില് ഭയങ്കര എരിവ് കൂടിപ്പോയി, എണ്ണയും കൂടിയിരിക്കണു. കർമുറാന്നിരിക്കുന്നില്ല. തീ കുറച്ചിട്ടാ മതി, കർമുറാന്ന് എടുക്കാൻ പറ്റും. എന്തേലും ആവട്ടെ, ഇനിയിപ്പോ പതുക്കെ പതുക്കെ ഇവിടുത്തെ എങ്ങനെയാണെന്നൊക്കെ നിനക്ക് മനസ്സിലായി തുടങ്ങുമല്ലോ. അമ്മ, ഞാൻ ലേറ്റ് ആയി പോയി, ഞാൻ കോളേജിൽ പോവാണേ. ശരി മോളെ, കറക്റ്റ് സമയത്ത് വരണേ. അമ്മ, ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, ഞാൻ പോയിട്ട് വരുമ്പോ ലേറ്റ് ആയി പോവും. ശരി ശരി. ഞാൻ മറന്നുപോയി, നീ ഫോൺ ചെയ്തേക്കണം കേട്ടോ. മേഘ കോളേജിലേക്ക് പോകും. സോനിയ പാത്രമൊക്കെ അടുക്കളയിൽ വെച്ച് റൂമിലേക്ക് പോകും. സോണി, എനിക്ക് മനസ്സിലായി സമൂസ നന്നായിട്ട് ഉണ്ടാക്കിയെന്ന്. നീ അതുണ്ടാക്കി ആരെയും തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മയും മേഘയും പതുക്കെ പതുക്കെ നിന്നോട് അഡ്ജസ്റ്റ് ആയിക്കൊള്ളും. അവരുടെ സ്വഭാവം അറിയില്ലേ? അത് കുഴപ്പമില്ല അലോക്, ഞാനും പതുക്കെയല്ലേ എല്ലാവരുടെ സ്വഭാവം അറിഞ്ഞു വരുള്ളൂ. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, പതുക്കെ പതുക്കെ ഞാൻ എല്ലാവരുടെയും സ്വഭാവം മനസ്സിലാക്കി എന്നെയും അവർക്ക് മനസ്സിലാകുമെന്ന്. പക്ഷെ സോണിയ എത്രയും പരിശ്രമിച്ചിട്ടും ആ പരിശ്രമം അവർക്ക് വിജയിക്കാൻ പറ്റിയില്ല അവരുടെ മുമ്പിൽ. കല്യാണം കഴിഞ്ഞു 1 മാസം കഴിഞ്ഞു. അവൾ എപ്പോഴൊക്കെയോ ആലോകിന്റെ അടുത്ത് കറങ്ങുന്ന കാര്യം പറയും. അപ്പൊ അമ്മായിയമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരുടെ ഹണിമൂൺ തകർക്കും. സോനിയ അതൊന്നും വലിയ കാര്യമായിട്ടെടുത്തില്ല. എന്നിട്ടും അവൾ എല്ലാവരെയും ബഹുമാനിക്കുകയും നന്നായി നോക്കുകയും പൊന്നുപോലെ നോക്കുകയും ചെയ്തു. ഒരു മരുമകളിലെ എന്തൊക്കെ ഗുണങ്ങൾ വേണോ അതെല്ലാം സോണിയക്കുണ്ടായിരുന്നു. അവൾ നല്ല ഒരു മരുമകളാന്ന് തെളിയിക്കാൻ വേണ്ടി ശ്രമത്തിലായിരുന്നു. പക്ഷെ ഒരു ദിവസം സോണിയ അപ്പുറത്തുണ്ടായിരുന്ന ഒരു ചെറുക്കനുമായിട്ട് സംസാരിക്കുമായിരുന്നു. സംസാരിച്ച് ഇച്ചിരി സോണിയ ചിരിച്ചുപോയി. കോളേജിൽ നിന്നും വിട്ടുവന്ന മേഘ സോണിയ സംസാരിക്കുന്നതായിട്ട് കാണും. അപ്പൊ തന്നെ അവൾ ആ കാര്യം അമ്മോട് പോയി പറഞ്ഞു. അമ്മ, ഈ ചേട്ടത്തിക്ക് ഒരു നാണോ ഇല്ലെന്ന് തോന്നുന്നു. അയൽപക്കത്ത് താമസിക്കുന്ന രഘു ഇല്ലേ, അവനോട് ചിരിച്ചോണ്ടാണ് സംസാരിച്ചത്. അമ്മയ്ക്ക് അറിഞ്ഞൂടെ രഘുവിന്റെ സ്വഭാവമൊക്കെ? ഈ സൊസൈറ്റിയുടെ ഏറ്റവും വൃത്തികെട്ടവനാണത്. എന്താ, രഘുവിനോട് സംസാരിക്കുന്നോള്? ഞാൻ അവളോട് ചോദിക്കട്ടെ പോയി. സോണിയ അപ്പോഴത്തേക്കും മേഘ പറഞ്ഞ കാര്യമൊക്കെ കേട്ടിരുന്നു. സോണിയയുടെ ക്ഷമ അങ്ങ് അറ്റത്തിലെത്തി. എന്താ മരുമോളേത്, നമ്മുടെ കുടുംബത്തിന് ചേർന്ന പണിയൊന്നും അല്ലല്ലോ നീ ഇപ്പൊ ഈ ചെയ്യുന്നത്. അന്യപുരുഷന്റെ അടുത്ത് ചിരിച്ചും കളിച്ചാണോ സംസാരിക്കുന്നത്? സൊസൈറ്റിയിൽ എന്ത് നാണക്കേടാവൂന്ന് അറിയാവോ? ഇത്തിരിയൊക്കെ മനസ്സിലാക്ക്. നീ വീട്ടിലെ പുതിയ മരുമകളാ. മതി അമ്മ, നിർത്തത്. എന്നെ അപമാനിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. അല്ല, അപ്പുറത്ത് താമസിക്കുന്ന രഘുവിനോട് ഇത്തിരി നേരം ഞാനൊന്ന് സംസാരിച്ചതിന് എന്തൊക്കെയാ പറയണേ? നിങ്ങൾക്കറിയാമോ ഈ രഘു ആരാണെന്ന്? എന്റെ സ്കൂളിൽ പണ്ട് പഠിച്ചതാ എന്റെ കൂടെ. എന്റെ കൂട്ടുകാരിയുടെ ബോയ്ഫ്രണ്ടാണ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ശ്വേതയുടെ. പണ്ടത്തെ എന്തോ കാര്യം പറഞ്ഞാ ഞങ്ങൾ ചിരിച്ചത്. ഞാൻ എന്തിനാ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നത്? ഞാൻ ഇവിടെ താമസിക്കുന്നില്ല ഇനി. ഞാൻ എന്റെ അമ്മയുടെ അടുത്തോട്ട് പോവുക. ആലോക് വരുമ്പോ ഒന്ന് പറഞ്ഞാ മതി. സോനിയ ദേഷ്യത്തിൽ അവളുടെ പേഴ്സ് എടുത്ത് നേരെ അവളുടെ വീട്ടിലോട്ട് വരും. അമ്മായിയമ്മയ്ക്കും മേഘയ്ക്കും ടെൻഷനായി. ആലോക് വരുമ്പോ എന്തു പറയുമെന്ന് ആലോചിച്ച്. ഒരു കാരണമില്ലാതെ സോണിയ ഇറങ്ങിപ്പോയതിന് അവരിനി എന്തു പറയുമെന്ന്. അപ്പുറത്ത് സോണിയ അമ്മയോടും ചേച്ചിയോടും എല്ലാ വിഷമങ്ങളും പറയും. ചേച്ചിയെ പോലെ ഞാൻ ആ വീട്ടിൽ പോയി ഒരു സ്ഥാനം പിടിക്കാൻ നോക്കി. പക്ഷെ അവിടെ അമ്മയും മേഘയും എന്നെ നല്ല രീതിയിൽ അപമാനിച്ചു. എന്റെ ചരിത്രത്തിനെ ചോദ്യം ചെയ്തു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ആ വീട്ടിൽ താമസിക്കണമെന്ന്? ഇനി ഞാൻ തിരിച്ചു പോകണോ? സോണിയ, എന്റെ പൊന്നു മോളെ, കരയല്ലേ. ഞാൻ ആലോകിനോട് സംസാരിക്കാം. ഞാനും നിന്റെ ചേട്ടനും കൂടെ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ പോകാം. മോള് കറക്റ്റാ പറയുന്നത്. നമ്മള് നമ്മുടെ മോളെയല്ലേ കൊടുത്തത് എന്നും പറഞ്ഞ് അപമാനിക്കാൻ പാടുണ്ടോ മോളെ? ഞാൻ എന്റെ മോളെ നല്ല രീതിയിലല്ലേ വളർത്തിയേക്കുന്നേ, എന്നിട്ട് അവരെന്റെ മോളെ ഇതുപോലെ ആക്ഷേപിക്കുകയാണോ? സോണിയ, നീ ഇനി അവിടെ പോകേണ്ട ഒരു കാര്യമില്ല. ഇനിയെല്ലാം സംസാരിച്ചിട്ട് അങ്ങോട്ട് പോയാ മതി. അവിടെ ആലോകിനും അമ്മയോടും അനിയത്തിയോടും ദേഷ്യം തോന്നും. നിനക്കറിയാമല്ലോ മേഘ, രഘു സോണിയയുടെ ബാല്യകാല സുഹൃത്താണ്. എന്തൊക്കെ തന്നെയായാലും അവൾ എന്റെ ഭാര്യയാണ്. ഞാൻ അവളെ എന്നേക്കാൾ കൂടുതൽ വിശ്വസിക്കുന്നു. എനിക്ക് സോണിയയെ കഴിഞ്ഞ 3 വർഷമായിട്ട് അറിയാം. നിങ്ങൾ ചെയ്തതൊട്ടും ശരിയായില്ല. നിങ്ങൾ രണ്ടുപേരും അവളോട് മാപ്പ് പറയണം. സോണിയ എന്റെ ഭാര്യയാണ്, ആ മര്യാദ കൊടുക്കണം. ഈ വീടിന്റെ മരുമകളാണ്. മേഘ, അവൾ നിന്റെ ഇടത്തിയാണ്. നീയല്ലേ അവൾക്ക് മര്യാദ കൊടുക്കേണ്ടത്. വിവാഹശേഷം നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ നിനക്ക് ആ വീട്ടിൽ പിന്നെ ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ സോണിയയുടെ മനസ്സൊന്ന് ചിന്തിച്ചു നോക്കൂ. അവളും നിങ്ങളിൽ നിന്ന് സ്നേഹമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ലേ? പക്ഷെ നിങ്ങൾ രണ്ടുപേരും അവളോട് വേറൊരു രീതിയിലല്ലേ പെരുമാറുന്നത്? നീ ശരിയാ പറഞ്ഞത് മോനെ. അറിയാണ്ട് ഞങ്ങള് തെറ്റ് ചെയ്തു. സോറി ചേട്ടാ. ഞങ്ങൾ രണ്ടുപേരും ക്ഷമ ചോദിച്ചോളാം ചേച്ചിയോട്. വാ, നമുക്ക് പോയിട്ട് ചേച്ചിയെ വിളിച്ചോണ്ട് വരാം. മാപ്പ് ചോദിക്കാം നമുക്ക്. മേഘയും അമ്മായിയമ്മയും കൂടെ അവളെ വിളിക്കാൻ പോകും. അവിടെ ചെന്ന് മാപ്പും ചോദിക്കും. എല്ലാരും പറഞ്ഞതുകൊണ്ട് സോണിയ ക്ഷമിക്കുകയും ചെയ്യും. സന്തോഷത്തോടെ തന്നെ സ്വന്തം ഭർത്താവിന്റെ വീട്ടിലേക്ക് അവൾ പോകുകയും ചെയ്യും.
Thanks for watching.